ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്നും അതുപോലെ തന്നെ ഹെൽത്തി ആണെന്നും വിശ്വസിച്ചുകൊള്ളുന്നു ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് നാടൻ അരിമുറുക്ക്. മുറുക്ക് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് അരിമുറുക്കാണ്. അപ്പോൾ അരിമുറുക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഉള്ളൊരു വിഭവമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്ന സ്നാക്സുകളിലൊന്നാണ് അരിമുറുക്ക്. അപ്പം ഞാൻ മുറുക്ക് എങ്ങനെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചായയില്ലേ, കട്ടൻ ചായ ആയാലും അല്ലെങ്കിൽ പാൽ ചായ ആയാലും നല്ല മധുരമുള്ള ചായയിൽ മുറുക്ക് ഇങ്ങനെ കഷ്ണങ്ങളായി മുറിച്ചിടും. അതിൻ്റെ ഒരു 10-15 മിനിറ്റ് അവിടെ വെക്കും. അതിനുശേഷം കുതിർന്നിട്ടുള്ള മുറുക്കാണ് ഞാൻ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുക. അതാണ് എൻ്റെ മുറുക്ക് കഴിക്കുന്ന രീതി. പക്ഷെ എല്ലാവർക്കും മുറുക്ക് നല്ല കറുമുറ കഴിക്കാനല്ലേ ഇഷ്ടം. ഒരു വിചിത്രമായ രീതിയാണ് എൻ്റെ. അപ്പോൾ എന്താ പറയുക, മുറുക്ക് ഉണ്ടാക്കി നോക്കാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന അവൽ വിളയിച്ചതും ഒരുപാട് നല്ല ഓർമ്മകൾ തരുന്ന ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് വിഭവം തന്നെയാണ്. അതും കാണാൻ മറക്കരുത്. നമ്മുടെ അമ്പലങ്ങളിലെ പ്രസാദമായിട്ടും വീട്ടിലൊക്കെ ഈ ഗണപതി ഹോമൊക്കെ ചെയ്ത് കിട്ടാറില്ലേ നമ്മൾ അവൽ വിളയിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പഴവും ആപ്പിളൊക്കെ ഉണ്ടാവുന്നത് മാത്രം. പക്ഷെ ബേസിക് സംഭവം ഇതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ റെസിപ്പികളൊക്കെ ഇടുന്നത്. അപ്പോൾ കാണാതിരിക്കുമ്പോൾ എന്തോ ഒരു സങ്കടം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അരിമുറുക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന അരിമുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഉഴുന്നുപരിപ്പാണ്. ഞാനിവിടെ 1/2 ഗ്ലാസ് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അരിപ്പൊടി എടുക്കുന്നത് സെയിം ഗ്ലാസ്സിൽ തന്നെ ഉഴുന്നുപരിപ്പ് എടുക്കണം. അപ്പോഴാണ് അളവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് 1:4 എന്നുള്ള രീതിയിലുള്ള കണക്ക്. അപ്പം നിങ്ങൾ 4 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ഉഴുന്ന് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ 1 ഗ്ലാസ് എടുത്ത് നിങ്ങൾ ആദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് മതിയാകും. സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്ന് പരിപ്പ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള മുഴുവനായിട്ടുള്ള ഉഴുന്ന് പരിപ്പ് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് ഉഴുന്ന് പരിപ്പ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വേവിച്ചിട്ട്, അതായത് കുക്കറിൽ കുക്ക് ചെയ്തിട്ട് അരച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വറുത്ത് പൊടിച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി കിട്ടിയിരിക്കുന്നത് പാചകലോകം എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ്. വളരെ നല്ല റെസിപ്പിയാണ്. ഞാൻ ഒരുപാട് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതിൽ എനിക്ക് ഏറ്റവും നന്നായി തോന്നി ഈ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. 1/2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ്. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ചൂടായിരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അതേസമയം നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയി കിട്ടൂല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇപ്പോൾ ക്രിസ്പി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു ഇങ്ങനെ പൊട്ടി വരുന്നൊരു സൗണ്ട് കേൾക്കാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിതങ്ങ് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ്. അതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇത് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ല നൈസായിട്ട് അങ്ങ് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ചൂടോടുകൂടി ഒരിക്കലും മിക്സിയിൽ പൊടിക്കാൻ പാടില്ല, അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് 2 ഗ്ലാസ്, ഞാനിപ്പോൾ ഇവിടെ 240 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിപ്പൊടി, വറുത്തിട്ടുള്ള അരിപ്പൊടി, അതായത് നമ്മൾ പാലപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, നൈസായിട്ടുള്ള വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ ഉഴുന്ന് പരിപ്പ് അളന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിലോട്ട് നമുക്ക് ഈ പൊടിച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് പൊടിച്ചതിന് ശേഷം മിക്സി ഓപ്പൺ ചെയ്യുമ്പോണ്ടല്ലോ, മിക്സിയുടെ ജാർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു വാസനയാണ്. എനിക്കിഷ്ടമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജീരകം, നല്ല ജീരകം 1 ടീസ്പൂൺ, ക്യൂമിൻ സീഡ്സ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് എപ്പോഴും ശ്രദ്ധിക്കുക. ഉപ്പ് കുറഞ്ഞാലും നന്നായി ഉണ്ടാവില്ല, ഉപ്പ് കൂടിയാലും നന്നായി ഉണ്ടാവില്ല. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ നെയ്യ്, അതല്ലെങ്കിൽ ബട്ടർ, അതല്ലെങ്കിൽ ഓയിൽ. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ ബട്ടർ, ഉരുക്കിയ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടങ്ങ് തിരുമ്മി പിടിപ്പിക്കുക.
ഒരു പ്രാവശ്യം മുളക് പൊടി ചേർത്തിട്ടുണ്ടാക്കി, മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കി. അപ്പോൾ മുളക് പൊടി ചേർത്തുണ്ടാക്കുമ്പോൾ ഒരു കളർ നല്ലൊരു ഇച്ചിരി കൂടി ബ്രൈറ്റ് കളർ വരും. അതേസമയം മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ ഒരു യെല്ലോയിഷ് കളറായിരിക്കും ഇത് മുറുക്കിനുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവി പറഞ്ഞു മുളക് പൊടി ചേർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ മുളക് പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുളക് പൊടി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞുതരാം ഞാൻ എത്ര വെള്ളം ഒഴിച്ചു എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂടുവെള്ളം അല്ല എടുക്കേണ്ടത്, സാധാരണ പച്ചവെള്ളമാണ്. അതായത് ഒരുപാട് കോൾഡ് വാട്ടർ അല്ല, നോർമൽ വാട്ടർ. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് 1.25 ഗ്ലാസ് പ്ലസ് 2 ടേബിൾ സ്പൂൺ. പക്ഷേ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന പൊടി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു എന്ന് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത് ആയിരിക്കണം എന്നില്ല. നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഉള്ള അച്ചൊക്കെ റെഡിയാക്കി കൊണ്ടുവരാം. ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണേ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേവനാഴി എടുക്കുക. അതായത് നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പ്രസ്സോ നിങ്ങളുടെ അടുത്തുള്ള എന്ത് ടൈപ്പാണുള്ളത് അതെടുക്കുക. അതിൽ നമ്മളുടെ അച്ചുണ്ടാവും, പലതരത്തിലുള്ള അച്ചുകൾ ഉണ്ടാവുമല്ലോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പക്കാവടയുടെ അച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുക്കുണ്ടാക്കുന്ന അച്ചാണ്. അതായത് സ്റ്റാർ പോലെ ഇരിക്കും ഈ അച്ചാണ് നമുക്ക് മുറുക്കുണ്ടാക്കാൻ വേണ്ടത്. അത് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് കൈ വെച്ചിട്ടോ ഒരു തുണി വെച്ചിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിലോ ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സുഖമായിട്ട് പ്രസ് ചെയ്യുമ്പോൾ പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് താഴത്തെ ഭാഗം ക്ലോസ് ചെയ്യുക. കുറേ പേര് പക്കാവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന അവൽ വിളയിച്ചത് ഒരുപാട് പേര് കണ്ടിട്ടില്ല. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അവൽ വിളയിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നത്. വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് കുറച്ച് ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രം കുറച്ചെടുത്തിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന അതിൻ്റെ പാകം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും ആ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഒരുപാട് ടിപ്പ് എനിക്ക് കിട്ടി. താങ്ക് യു സോ മച്ച്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കുക. എന്നിട്ട് നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കുക. പൊട്ടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മാവിൻ്റെ പാകം കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ്. ഈ പൊട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറവാണെന്നാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് എനിക്ക് ഒഴിച്ചു കൊടുക്കണം. അതേസമയം ഇതിപ്പോൾ ഷേപ്പൊന്നും ഇല്ലാണ്ട് വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇതിൽ വെള്ളം കൂടുതലാണെന്നാണ്. അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു അല്പം പൊടി ചേർത്ത് കൊടുക്കുക. അതേസമയം വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കറക്റ്റായിട്ട് മുറുക്കുണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് ഇതിലോട്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് നമ്മുടെ ഇതിലുള്ള മൊത്തം മാവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മാത്രം എനിക്ക് വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കണം, എപ്പോഴും അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ വീണ്ടും നമ്മളെ ഫിലോമിനെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പൊടിയിടാൻ പറയും, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വെള്ളം കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വീണ്ടും ഇതേപോലെ കുറച്ചെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഞാൻ ഓക്കെ, ഇപ്പോൾ എൻ്റെ വെള്ളത്തിൻ്റെ മാവിൻ്റെയൊക്കെ ആ പരുവം കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, പൊട്ടാണ്ട് വീഴുന്നത് കണ്ടോ. 1.25 ഗ്ലാസ് പ്ലസ് 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ എൻ്റെ മാവിൻ്റെ അളവിന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. എൻ്റെ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ കണക്കിലെടുക്കണ്ട. ഞാൻ എത്ര ഉപയോഗിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്കിനി ശരിക്കും ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഓയിലോ വെണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരട്ടി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള മാവ് നമ്മൾ എപ്പോഴും അടച്ച് വെക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായി കിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോയിൽ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടാണ് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ ഇലയായാലും മതി, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൻ്റെ ബാക്ക് സൈഡ് ആയാലും മതി, എന്തായാലും മതി. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിപ്പോൾ ഫോയിൽ പേപ്പറാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് ഷീറ്റില്ലേ, ബേക്കിംഗ് പേപ്പർ ആയാലും മതി. അപ്പോൾ അതിലേക്ക് നമുക്കിനി നിങ്ങൾക്ക് ഇപ്പോൾ വലിയ മുറുക്കായിട്ട് നമുക്ക് ചുറ്റാം, അതേസമയം കുഞ്ഞു മുറുക്കായിട്ടും ചുറ്റാം. അപ്പോൾ
ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ കുഞ്ഞു മുറുക്കായിട്ട് ചുറ്റിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുഞ്ഞു കുഞ്ഞു മുറുക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് വലിയ മുറുക്കായി ചുറ്റുമ്പോഴാണ് ഒരുപാട് സമയം പോകുന്നത്. പിന്നെ മാത്രമല്ല ഞാൻ വേറെ രീതിയും കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ആദ്യം നമുക്ക് ഈ മുറുക്കൊന്ന് ചുറ്റിയെടുക്കാം. ആദ്യത്തെ കാണിച്ചു തരാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തരാം. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അപ്പുറത്തെ അടുപ്പിൽ എണ്ണ ചൂടാക്കിയിട്ട് ഇത് ചുറ്റിലും എണ്ണയിലോട്ട് ഇടലും ഞാൻ ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഒരുപാട് ഞാൻ ചുറ്റി വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചുറ്റി നോക്കാം. ഇത് തന്നെ പതുക്കെ പ്രസ് ചെയ്യുക, അതിനുശേഷം ഇങ്ങനെ ചുറ്റുക, പ്രസ് ചെയ്യുക, ചുറ്റുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയാലും നമുക്കിതുപോലെ ഈസി ആയിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ചുറ്റുന്നുള്ളൂ. ഇത്ര മതി നമ്മുടെ മുറുക്ക് എൻ്റെ അളവ്. എന്നിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈ കൊണ്ട് നമുക്ക് എടുത്തിട്ട് ഒന്ന് ഇവിടേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ അമർന്നങ്ങനെ ഇരുന്നോളും. ഇതുപോലെയാണ് നമുക്ക് എല്ലാതും ചുറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റിലാക്സ് ചെയ്ത് ചെയ്താൽ മതി. അഥവാ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കങ്ങ് ഒട്ടിച്ച് വയ്ക്കാവുന്ന കാര്യമുള്ളൂ. ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് വലുതാക്കിയിട്ട് നമ്മൾ ചെയ്യണ്ട. ഓക്കെ, ഞാൻ ഇത്ര വെച്ചിട്ട് നിർത്താണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യായിരിക്കും ഏറ്റവും സ്വാദ് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. മീഡിയം ചൂടായിരിക്കുന്ന എണ്ണ കേട്ടോ, അല്ലാണ്ട് ഒരുപാട് ചൂടാവാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുറുക്ക് ഞാൻ ഈ തവിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ്. എന്നിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ടങ്ങ് പതുക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു 2-3 ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. എൻ്റെ പാത്രം അത്ര വലുതല്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യണേന്ന്. ഈ തവിയിലേക്ക് പേപ്പറിൽ വെച്ചിരിക്കുന്ന സംഭവം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇതിലോട്ടങ്ങ് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മേലേക്ക് എണ്ണ തെറിക്കില്ല. നമുക്ക് ഇടാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ആദ്യമായി ചെയ്യുന്നവർക്കൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആവും. അപ്പോൾ ഞാൻ അറ്റ് എ ടൈം 3 എണ്ണയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പതയൊക്കെ നന്നായിട്ടൊന്ന് അടങ്ങി ഒട്ടും പതയില്ലാത്തൊരവസ്ഥയിലോട്ട് വരും. നല്ല ക്രിസ്പി ആവും. പിന്നെ പുറത്ത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും അതിൻ്റെ കളർ കുറച്ചും കൂടി ഡാർക്കായിട്ട് മാറും. പിന്നെ ക്രിസ്പി ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ അതെപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ തട്ടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് കോരി മാറ്റി ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചുറ്റി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഇത് ഉണ്ടാക്കട്ടെ. അതിന് ശേഷം ഞാൻ നിങ്ങൾക്കുള്ള ഈസി മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുറുക്കിൻ്റെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഭാഗം മാത്രം എൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ചുറ്റാൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്നും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ഇതും കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ചെറിയ മുറുക്കായിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതായത് 3 ചുറ്റുള്ള മുറുക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചുറ്റി ജോലി കഴിയാം. അതേസമയം വലിയ മുറുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റാട്ടോ, ഒരു കുഴപ്പമില്ല. ഒറ്റ വലിയ മുറുക്ക് വേണമെങ്കിൽ ചുറ്റാം. എങ്ങനെയാണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വട്ടത്തിൽ ചുറ്റിരിക്കുന്ന മുറുക്ക് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റാൻ അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എണ്ണയിലോട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു കൈ വിരൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇട്ട് കൊടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചുറ്റാതെ തന്നെ മുറുക്കുണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ അതായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, ഇവിടെ അതാണ് ഇഷ്ടം. നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, വലുതായിട്ട്. ഇതാണ് മുറുക്ക് പരിപാടി. കുറച്ചും കൂടെ ഉള്ളത് ഇതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. കുറേ ചുറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ഇങ്ങനെ. മറ്റേത് കുറച്ച് സമയം എടുക്കും, പക്ഷെ അത് ചുറ്റി വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ മുറുക്ക് ചുറ്റിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇതും നന്നായിട്ട് അങ്ങ് ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഒന്നും കൂടെ ആവാനുണ്ട്. അതിന് ശേഷം നമുക്കിത്
കോരി മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് ഇപ്പം നമ്മൾ മുറുക്ക് എടുത്ത് വെക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അത്ര ക്രിസ്പി ആയി വരില്ല. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴാണ്, തണുക്കുമ്പോഴാണ് അതിൻ്റെ ക്രിസ്പിനെസ് അറിയാൻ പറ്റുള്ളൂ. അതേസമയം ഇപ്പോൾ ക്രിസ്പിനെസ് കുറവാൻ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ ഉണ്ടല്ലോ നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം ക്രിസ്പിനെസ് കുറവുള്ള മുറുക്ക് ഇതിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കോരിങ്ങ് എടുക്കുക. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് കരിഞ്ഞു പോകും. പക്ഷേ നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ക്രിസ്പിനെസ് കുറഞ്ഞുള്ള മുറുക്ക് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ കോരി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിനെ നമ്മൾ ഡബിൾ ഫ്രൈയിങ് എന്നാണ് പറയുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. എത്രയുള്ള പരിപാടി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇത് ചൂടാറിയതിന് ശേഷം ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ടതിന് ശേഷം നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ ദിവസം കേടാവാതെ ഇരുന്നോളും. അപ്പോൾ ഞാനിതിന് മുൻപ് ചെയ്തിരുന്ന മുളക് പൊടി ഇല്ലാത്ത മുറുക്കിൻ്റെ കളറും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ട ഇട്ടപ്പോൾ തന്നെ ആ സൗണ്ട് കേട്ടോ, നല്ല കിരികിരാ സൗണ്ട് വരും. നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ മുറുക്കുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 25 എണ്ണോളം ഈ ഒരു അളവിൽ നിന്ന് കിട്ടും. ഞാനതിന് പകരമായിട്ട് 25 ഉണ്ടാക്കിയില്ല. ഒരു 20 മുറുക്ക് ഇങ്ങനെ വട്ടത്തിലുണ്ടാക്കി. പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണോ സൗകര്യം തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ. അപ്പം മുളക് പൊടി ഇല്ലാണ്ടെയും ഞാൻ മുറുക്കുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മുറുക്കാണോ താല്പര്യം അതനുസരിച്ച് ഉണ്ടാക്കിക്കോളും. മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം. ടേസ്റ്റിൽ ഇച്ചിരി എരിവും അതിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാതും ഒരേപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാൻ ഒരെണ്ണം ഞാൻ കഴിച്ചു നോക്കുന്നില്ല, എന്നാലും അതിൻ്റെ ആ ക്രിസ്പിനെസ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്താ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ വീണാസ് കറിവേളിൽ മുറുക്കില്ല എന്നുള്ള പരാതി മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ദയവ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവരിലോട്ട് എത്തിക്കൂ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അങ്ങനെയുണ്ട് കായംകുളം കൊച്ചിന് പോലെയുണ്ട്. And now put some on his hair. Put some hair on now. No? ഇപ്പോഴാ മുഖത്തൊന്ന് നോക്കാൻ തോന്നുന്നു. എങ്ങനെയുണ്ട്? മീശയ്ക്ക് ഇപ്പുറത്തൊരു വാല് കുറവുണ്ടല്ലേ? എന്തോ This is Appu. See, Amma? Appu. ഇപ്പോഴാണ് വീരപ്പ കട്ടബൊമ്മനായത്. ചേട്ടാ എല്ലായിടത്തും തേച്ചാല് ഞാനത് തുറക്കി എന്തെങ്കിലും ചെയ്യുമ്പോ അവിടെയൊക്കെ ഔട്ടാ. തുടങ്ങാൻ പാടില്ല, അവിടെ തന്നെ ഇരിക്കണം. ഇന്നത്തെ ദിവസം നോ തടക്കൽസ്. യു ഹാവ് ടു. ഞാൻ പുറത്തു പോകുമ്പോഴോ? പുറത്തു പോകണ്ടോ? പുറത്തു പോകുമ്പോ എന്തായാലും മാസ്ക് ഇടണം. അതെ, അപ്പൊ പിന്നെ ഒട്ടും കാണില്ല. മാസ്ക് ഇടാൻ വേണ്ടിട്ടാണ് ഞാൻ മീശ അടിച്ചത്. ആണല്ലേ? അച്ഛൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്റെ മോന്റെ ബുദ്ധി കണ്ടോന്ന്. ഞാനത് കണ്ട പാടെ പോയി മീശ തടി പിന്നെ എല്ലാവരും മീശ തടി മേടിക്കണല്ലോ. he looks so much better now. Yeah, he look cute. I can actually look at him now. ഇവിടെ ഒരു കുത്തും കൂടെ പണ്ടത്തെ സിനിമയിലുള്ള ന്യൂ ലുക്ക്. എങ്ങനെയുണ്ട്? നിന്നെ കാണാൻ നല്ല പുസ്തകം ഈ പള്ളി പോയി വന്ന പോലെ. എന്നെ കണ്ടിട്ടോ? ഞാൻ എന്നെ എങ്ങനെയാന്നല്ല ചോദിച്ചത്, താങ്കൾ എങ്ങനെയുണ്ട്? എന്നെ എനിക്ക് കാണാൻ പറ്റില്ല. നീ ഇപ്പൊ കാണിച്ചു. ഇങ്ങനെയൊന്നും പാടില്ല. അരുതരുത് അരുതരുത് മാധവ. അയ്യോ അതു എന്റെ മോന് അച്ഛന്റെ മൂത്ത് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തന്നെ വിചാരിച്ചത്. സൂപ്പർ. ബ്യൂട്ടി സ്പോട്ട് എങ്ങനെയുണ്ട്? എന്തായാലും മാസ്ക് ഇട്ടൊന്നും അറിയില്ലല്ലോ.